മഹത്തായ കലാരൂപമാണ് വഞ്ചിപ്പാട്ട്. ഓരോ താളത്തിലും നമ്മുടെ നാടിന്റെ അഭിമാനം നിറഞ്ഞു നിൽക്കുന്ന ഈ കലാരൂപത്തെ അടുത്തറിയാൻ നമുക്കൊരുങ്ങുന്ന ഈ മനോഹരമായ വേളയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ പരിപാടി വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചിന്തകൾക്ക് അക്ഷരങ്ങളുടെ ഭംഗിയും ഭാവനയ്ക്ക് സർഗാത്മകതയുടെ ചിറകുകളും പകരുന്ന വേദിയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി. നമ്മുടെ സ്കൂളിൽ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ വിപുലമായ ഉദ്ഘാടനം നടന്നു. കൂടാതെ ഏകദേശം 100 പേരടങ്ങുന്ന സജീവ പ്രവർത്തന ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ തന്നെ ഓരോ മേഖലയിൽ താല്പര്യമുള്ള കുട്ടികളെ വീണ്ടും ഗ്രൂപ്പുകളാക്കുകയും ചെയ്തു. കഥാരചന, കവിതാരചന, ലേഖന രചന, ചിത്രരചന, വായന, സാഹിത്യ ചർച്ചകൾ, കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവയിലൂടെ ഓരോ വിദ്യാർത്ഥിയിലുമുള്ള പ്രതിഭയെ കണ്ടെത്തി വളർത്തുകയാണ് ഈ വേദിയുടെ ലക്ഷ്യം. ഞങ്ങളുടെ സ്കൂളിൽ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ നിരവധി കലാസാഹിത്യ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. അക്ഷരങ്ങളിലൂടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും ചിന്തകൾക്ക് ശബ്ദം നൽകാനും സർഗാത്മകതയെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഈ വേദി വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തീർത്ത. ഇന്ന് ജൂലൈ 17-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ വിദ്യാലയത്തിലെ സി ബ്ലോക്കിൽ എല്ലാ വിശിഷ്ടാതിഥികളെയും അധ്യാപകരെയും പ്രിയ വിദ്യാർത്ഥികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഈ വേദി വിഭാഗത്തിൽ നേടിയ ഇദ്ദേഹം മികച്ച പരിശീലന പ്രവർത്തനങ്ങൾ നടത്തി. കേരള സാംസ്കാരിക വകുപ്പിൻ വിവിധ വേദികളിലും ആകാശവാണി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തനങ്ങളിലുമായി വഞ്ചിപ്പാട്ടിനെ ജനങ്ങളിലേക്ക് എത്തിച്ച അദ്ദേഹം പുതുതലമുറയ്ക്ക് ഈ പൈതൃക കല കൈമാറാൻ നിരവധി സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് നയിച്ചു വരുന്നു. ഒരു വഞ്ചിപ്പാട്ട് പഠന ശിബിരമാണ് സംഘടിപ്പിക്കുന്നത്. വിദ്യാരംഗ ക്ലബ്ബ് നമ്മുടെ കലാപരമായ കഴിവുകളെ ഉയർത്തുവാൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജൂൺ 15-ന് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ഗിരീഷ് പുല്ലൂർ സാർ നമ്മുടെ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. 100ഓളം കുട്ടികളെ അംഗമാക്കിക്കൊണ്ട് വളരെ മികച്ച രീതിയിലാണ് ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിത്രരചന, കവിതാരചന, കഥാരചന, നാടൻപാട്ടരങ്ങ് തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. കുട്ടികളുടെ അവതരണം, സംഘാടനം ഇതെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ്. ഇന്ന് നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വഞ്ചിപ്പാട്ട് പഠന ശിബിരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി ആറന്മുള വള്ളംകളിയുടെയും വഞ്ചിപ്പാട്ട് രംഗത്തെയും സജീവ സാന്നിധ്യമായ ശ്രീ അരുൺ ആറന്മുള സാറാണ്. വഞ്ചിപ്പാട്ട് രംഗത്ത് പരിശീലകൻ, ഗായകൻ, വിധികർത്താവ് എന്നീ നിലകളിൽ ഇദ്ദേഹം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ശ്രീ അരുൺ ആറന്മുള സാറിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടി ഭംഗിയാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ HM ശ്രീ അനിൽകുമാർ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥിയെ പ്രണമിക്കുന്നു. ദ്രാവിഡപുര സംസ്കൃതിയുടെ ജീവനാധാരമാകുന്ന പുണ്യമാണ്. അധ്യാത്മ രാമായണത്തിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഏതാനും ചില വരികൾ ഭക്തിയാദരപൂർവ്വം തിരുവാറന്മുള ശൈലിയിൽ സമർപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി
നൽകുന്ന ചടങ്ങാണ്. വിശിഷ്ടാതിഥിയെ പൊന്നാട അണിയിച്ചും മൊമെന്റ് നൽകിയും ആദരിക്കുന്നതിനായി PTA ഭാരവാഹികൾ, അധ്യാപകർ എന്നിവരെയും ആദരവേറ്റുവാങ്ങി. സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം വഞ്ചിപ്പാട്ട് എന്താണെന്ന് എല്ലാ ഉയർച്ചകളും ഉണ്ടാവട്ടെ. ഇത് നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പൊതുവിദ്യാലയങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തരത്തിലുള്ള ഭാഷാ പഠനം, ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന കാര്യങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ മാത്രമേ ഉള്ളൂ. മറ്റേതോടൊപ്പം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. കാരണം ഇത് വഞ്ചിപ്പാട്ടിന്റെ ക്ലാസ്സാണ്. അപ്പൊ വഞ്ചിപ്പാട്ട് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ വിദ്യാരംഗത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സുൽജിത്ത് നൽകിക്കൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വഞ്ചിപ്പാട്ട് പഠന ശിബിരം ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച അരുൺ രാജ് സാർ, നമ്മുടെ PTA പ്രസിഡന്റ്, വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ സുൽജിത്ത് സാർ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാരംഗം കലാസാഹിത്യ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിവിധ ക്ലബ്ബുകളിൽ അംഗങ്ങളാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യ അതിഥി അരുൺ സാർ, PTA പ്രസിഡന്റ് കാന്തിലാൽ സാർ, SMC ചെയർമാൻ നാസിം സാർ, പിന്നെ സുൽജിത് സാർ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കുട്ടനാട്ടിലെ കായലിലെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ നന്മകൾ നിറയട്ടെ എന്നും സന്തോഷം അലതല്ലട്ടെ എന്നും വഞ്ചിപ്പാട്ടിന്റെ ഈരടികളോട് ആശംസിക്കുന്നു, മംഗളങ്ങൾ നേരുന്നു. നന്ദി. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് അല്ലേ? എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരിയാണ്. അതുകൊണ്ട് തന്നെ വള്ളംകളിയും വഞ്ചിപ്പാട്ടും ഒക്കെ കുട്ടിക്കാലം പോലെ കേട്ടും കുറച്ചൊക്കെ ദൂരെ നിന്ന് കണ്ടും അടുത്തോട്ട് പോയി കാണാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കാം അല്ലേ? എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഞാനതിനെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ വിദ്യാലയം ക്ലബ്ബ് നമ്മുടെ സർഗശേഷികൾക്ക് ഉയർത്തുന്നതിന് ഇതുപോലെ പല നല്ല പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പ്രതീകമായ വള്ളംകളിയെ കേട്ടു. അപ്പൊ കഴിഞ്ഞ വർഷത്തെ വഞ്ചിപ്പാട്ടിൽ നമുക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു, ജില്ലയിൽ എങ്കിലും ഉണ്ടായിരുന്നു. അപ്പം പാട്ട് പഠിപ്പിച്ചത് ഞാനാണെങ്കിലും അതിന് എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്ക്, ഭാവി സമൂഹത്തിന് കലാസാഹിത്യ തൽപരരായിട്ടുള്ള പ്രതിഭകളെ സമ്മാനിക്കുക, ഒപ്പം മനുഷ്യത്വമുള്ള കുട്ടികളെ സമൂഹത്തിൽ വാർത്തെടുക്കുകയാണ്. ഈ പരിപാടികളെല്ലാം ആ സേവനമനുഷ്ഠിച്ച പരിശീലകനായിട്ടും നിരവധി കോളേജ്, സ്കൂളുകളിലും വർക്ക്ഷോപ്പുകളും സിംപോസിയങ്ങളും നടത്തി വരികയും കേരള ഗവൺമെന്റിന്റെ നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളിലും പരിപാടികളിലും വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുകയും കിട്ടിയത്. വേറെ ഏതെങ്കിലും കഥയുണ്ടോ? ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവിടുത്തെ കലാകാരന്മാർ ആരൊക്കെയായിരുന്നു? അതിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചൊരു അത് കേൾക്കുമ്പോഴത്തേക്കല്ലേ. അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ഗതാഗത ഇവിടെ നമ്മുടെ ചേച്ചിമാർ മുമ്പ് പാടിയില്ല, എങ്ങനെ അവര് പാടിയത് ഇതേപോലൊരു പാട്ടാണ്. അപ്പൊ അതില് സാഹിത്യം അല്ലെങ്കിൽ വരികൾ വരുമ്പോഴത്തേക്കാണ് അവര് പാടിയ. ഇപ്പൊ രാമായണം കഥ എന്നുള്ള ഒരു ഭാഗമാണ് അവര് പാടിയത്. താളം കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ്
വള്ളത്തിലിരിക്കുന്ന ഒരു നയം വിടുന്നത്. അപ്പൊ ആദ്യം ഒരാൾ വന്നിട്ട് പാട്ട് പാടാനായിട്ട് കയറി നിന്ന് അവരെ തുടങ്ങും. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. ആരംഭമല്ല. ഞാൻ പറഞ്ഞൊരു കാര്യം പറയാൻ വിട്ടുപോയി. 3 തരത്തിലുള്ള പാലാഴിയിൽ പള്ളി കൊള്ളും, പാലാഴിയിൽ പള്ളി കൊള്ളും, പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈതോഴുന്നേ, പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈതോഴുന്നേ. ഒരു ഞാനിപ്പോ ഇവിടുന്ന് പാടിക്കൊടുത്തില്ലേ അല്ലേ? അപ്പൊ 10 ദിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതൊഴുന്നേയും ഇവിടെ പാടിയില്ലേ? അപ്പൊ ഇവരെന്തോ ചെയ്തു? അത് ശ്രദ്ധിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു അല്ലെ? അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടിന്റെ വരികൾ അവര് ശ്രദ്ധിച്ച് ചെവിയോർത്ത് കേട്ടിട്ടാണ് അവരത് പാടുന്നത്. അപ്പൊ എന്നാലും ആ നിറമാർന്ന ചോറ് കൊണ്ടുവരണം, അത് കൊണ്ടുവാ. ഇങ്ങനെയാണ് അവിടെ ചോറ്. ചെറിയല്ലേ അതിന്റെ ടീച്ചറ് വലിപ്പമുള്ളല്ലേ? കാരണം ഇത്രയും കൂട്ടം 64 കൂട്ടം ഇനി പുരാണത്തിൽ ഒരുപാട് പാട്ടുകൾ നമുക്ക് സന്താന ഗോപാലൻ കുചേലവൃത്തം പറഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കും. അപ്പം ആദ്യമേ എന്താ ഒരു ചോറിപ്പം കൊണ്ടുവരികയാണെന്ന് വെച്ചു. അപ്പം പത്രം നിരത്തി പമ്പാർന്ന പപ്പിടകത്തെ അൻപോട് കൂട്ടിയുണ്ണാൻ നിറമാർന്ന ചോറ് കൊണ്ടുവരണം. മഹത്വമേറിയ നെയ്തരേണം, പൊടിച്ചു ചേർക്കാൻ ഇഹ പപ്പടിഹ നൽകിടേണം. അതുകൊണ്ടുവാ എന്ന് പറയുമ്പോൾ എന്താ അറിയോ? ഒരു വലിയ കല്യാണിയാണ്, കനകം പതിക്കും. രാജേന്ദ്രൻ പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈ, പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈതോഴുന്നേ. പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈതോഴുന്നേ. അപ്പൊ അത് നമുക്കൊന്ന് പാടാം. ആദ്യം 4 വരികൾ കൊണ്ട് കേട്ടോ. കഴിഞ്ഞു ഫ്രീ ആയിരിക്കുന്നു, സമാധാനമായിട്ട് സന്തോഷമതു കൊണ്ടെല്ലാവർക്കും
പാടിയതും ഇപ്പൊ നമ്മളിപ്പോ പാടുന്നതും ചെറിയ വ്യത്യാസം. ഉച്ചസ്ഥായിൽ തന്നെ പാടേണ്ട പാട്ടാണ്, അതായത് ഉറച്ചു പാടേണ്ടതാണ്. അപ്പൊ അങ്ങനെ തന്നെ പാടണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചില സമയത്ത് നമ്മൾ തെയ്യം എന്ന് പറയും. എന്താ അറിയാമോ? ആ താളം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ളോരി വരുന്ന നമുക്കുള്ളോരി വരുന്ന നമുക്കുള്ളോരി വരുന്നു മനക്കാമ്പിൽ നിനക്കേണം മനക്കാമ്പിൽ നിനക്കേണം നമുക്കുള്ളോരി വരുന്നു മനക്കാമ്പിൽ നിനക്കേണം. നമസ്കാരം 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 നിങ്ങൾക്കെപ്പോഴും നമസ്കാരം നമസ്കാരം നിങ്ങൾക്കെപ്പോഴും നമസ്കാരം നമസ്കാരം നിങ്ങൾക്കെപ്പോഴും. ഓ ധൈരൈ ഭഗത ധീരഗത ഭഗധീരതി തോധി തോധിഗിരോ. നമ്മുടെ വിദ്യാരംഭം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വഞ്ചിപ്പാട്ട് പഠന ശിബിരം ഇവിടെ സംഘടിപ്പിച്ചു. ഇതിൽ നിന്ന് കേരളത്തിന്റെ തന്മയും പഴമയും നിറഞ്ഞ വഞ്ചിപ്പാട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തിയ ശ്രീ അരുൺ ആറന്മുള സാറിന് നന്ദി ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത അധ്യാപകർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ എന്റെ പേരിലും ഈ സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഇത്രയും നേരം തങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച ശ്രീ അരുൺ സാറിന് വേദിയിലിരുന്ന മാന്യ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പേരിലും വിദ്യാർത്ഥി ക്ലബിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ ഇനങ്ങൾ പകർന്നു തന്ന വഞ്ചിപ്പാട്ട് പഠന ശിബിരം ഇവിടെ വിജയകരമായി സമാപിച്ചിരിക്കുന്നു. എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്ക്, ഭാവി സമൂഹത്തിന് കലാസാഹിത്യ തൽപരരായിട്ടുള്ള പ്രതിഭകളെ സമ്മാനിക്കുക, ഒപ്പം മനുഷ്യത്വമുള്ള കുട്ടികളെ സമൂഹത്തിൽ വാർത്തെടുക്കുകയാണ്. ഈ പരിപാടികളെല്ലാം